ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അച്ചാച്ചൻ്റെ വീട്ടിൽ പോയി വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വാഴ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വാഴക്കൊല വെട്ടി കഴിയുമ്പോൾ ആ വാഴയും വെട്ടി മാറ്റാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നതാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. കാരണം കുറച്ച് ദിവസത്തിന് മുമ്പ് വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതിങ്ങനെ ഉണങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പാള കിടക്കണ പോലെ ആയിരുന്നു എനിക്ക് തോന്നിയത്. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ വാഴയുടെ പീസാണെന്ന് മനസ്സിലായേ. അങ്ങനെ ഇതുപോലെ കുറച്ച് പീസ് എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. ഈ ഒരു സംഭവം അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വയ്ക്കുമല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് വെച്ചേക്കായിരുന്നു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ എടുത്തപ്പോൾ ഈ ഒരു സംഭവം കണ്ടതാണ് കേട്ടോ. അങ്ങനെ അത് കണ്ടപ്പോഴാണ് എടുത്ത് വെച്ചിട്ട് ഇതുവരെ ക്രാഫ്റ്റ് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഈ ഒരു വാഴയുടെ പീസ് വെച്ചിട്ട് തന്നെ ആവാം കേട്ടോ. അപ്പോൾ ആദ്യം അതിനായിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കിയിട്ട് നമ്മളൊരു പെറ്റൻ്റെ രീതിയിൽ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ 4 ആയിട്ട് മടക്കിയിട്ട് നമ്മളൊരു പെറ്റൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ മടക്കി കഴിഞ്ഞപ്പോൾ അതിന് ഭയങ്കര കട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ കയ്യിലാണെങ്കിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു കത്രികയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ 2 ആയിട്ട് മടക്കിയിട്ട് ഇതുപോലൊരു പെറ്റൻ്റെ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു റെഡ് കളറിലെ മാർക്കർ പെൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു കളർ തന്നെ, അതായത് നാച്ചുറൽ കളർ തന്നെയാണ് ഇഷ്ടമായിട്ടുള്ളതെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇഷ്ടമുള്ള കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ 2 എണ്ണം മാത്രമല്ല, ഇതുപോലത്തെ കുറച്ചധികം പെറ്റൽസ് നമ്മൾ അതിനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കുറച്ചധികം പെറ്റൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വലിപ്പത്തിലുള്ള പീസായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചെറിയ സൈസിലുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതുമേലായിട്ടും ആ ഒരു റെഡ് കളറിലെ മാർക്കർ പെൻ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാർഡ്ബോർഡിൽ നിന്നായിട്ട് ഒരു കുഞ്ഞൻ പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളെടുത്ത ആ ഒരു വാഴയുടെ പീസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തേക്കണേ. അതിൽ നിന്നായിട്ട് ഇതുപോലെ നമ്മൾ സർക്കിൾ ഷേപ്പിൽ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഫ്ലവേഴ്സ് നമ്മൾ കളർ പേപ്പർ വെച്ചൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളിതൊന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അടിയിലുള്ള ഭാഗത്തായിട്ട് കുറച്ച് പശയാക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ പേപ്പറിൻ്റെ പോലെ അത്ര എളുപ്പത്തിൽ നമുക്കതൊന്ന് ചുരുട്ടിയെടുക്കാനായിട്ട് പറ്റില്ല. കാരണം കുറച്ച് കട്ടിയുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ കുറച്ചൊന്ന് സ്ട്രെസ് കൊടുത്തിട്ട് വേണം കേട്ടോ ചുരുട്ടിയെടുക്കാനായിട്ട്. കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും അതൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഭംഗിയാക്കാനായിട്ട് ആ ഫ്ലവേഴ്സിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പെയിൻ്റ് ഒന്നും ചെയ്ത് കൊടുക്കാനുള്ള ഈ ഒരു രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ചുകൂടി ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് ഞാൻ ഇതുപോലെ കുറച്ചുകൂടി സർക്കിൾസ് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആ ഒരു ലെയറിൽ തന്നെ എല്ലാം ഇങ്ങനെ ഓർഡറായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് ഓരോ പീസും നമുക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒട്ടിച്ച് വരുമ്പോൾ നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ടാണ് ഇട്ടേക്കണേ. അപ്പോൾ ഏറ്റവും പുറമേ ഉള്ള ലെയറായിട്ട് നമ്മൾ ആ ഒരു വലിയ സൈസിലുള്ള പെറ്റൽസാണ് ഒട്ടിച്ച് കൊടുക്കണേ. അതിനുള്ളിലേക്കായിട്ട് നമുക്ക് ചെറിയ സൈസിലുള്ളത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ആ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്തേക്കുന്നതിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ ആ ഒരു ചെറിയ പെറ്റലുണ്ടല്ലോ, അതിങ്ങനെയൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 ലെയറിലും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനായിട്ടുള്ളത് നമുക്ക് ആ ഫ്ലവേഴ്സ് കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അടുത്തൊരു ലെയറായിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് കൂടി ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ കളർ ചെയ്യണതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കളറൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി സെൻറ്ററിലേക്കായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവർ തന്നെ ഒട്ടിച്ച് കൊടുക്കുക.
പക്ഷേ എനിക്കെന്തോ അത് വെച്ച് നോക്കിയപ്പോൾ അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഞാനിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു കളർ പേപ്പർ വെച്ചിട്ടുള്ള ഫ്ലവർ ഇതിന് സെൻറ്ററിലേക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വാഴ വെച്ചിട്ടുള്ള വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വാഴയും വേസ്റ്റ് ആക്കി കളയണ്ട കേട്ടോ. അപ്പോൾ സംഭവം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.